സാറേ ഇതൊന്ന് നന്നാക്കൂ, ഇതൊന്ന് ശരിയാക്കൂ. പക്ഷെ അത് പറയാനൊരു മാർഗ്ഗമില്ലല്ലോ, കാരണം അവിടെ ഹിന്ദിക്കാരാണ്. എങ്ങനെ അത് പറയാനും? ഒരു തർജ്ജമ ചെയ്യാനൊരാളുമില്ല, ചങ്ങായിക്ക് മലയാളം അറിയൂല. ബൈസാബെ ടീ കറോ, ഏ ടീ കറോ എന്ന് പറഞ്ഞാൽ ശരിയാക്കൂ എന്നാണ്. മേനെ ടീ കിയ, ഞാനത് ശരിയാക്കി എന്ന്. ഇപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നു, നിങ്ങൾ മൊബൈലൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, ബൈസാബ് മേനെ ടീ കിയ. ടീ കിയ ഓ കംപ്ലെയിൻ തോ മേനെ ടീ കിയ. ആ കംപ്ലൈൻറ്റ് അത് ഇംഗ്ലീഷ് തന്നെയല്ലേ, നമ്മൾ പറയുന്നതല്ലേ. ഓ കംപ്ലൈൻറ്റ് മേനെ ടീ കിയ, ആ കംപ്ലൈൻറ്റ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ടീ കറോ എന്ന് പറഞ്ഞാൽ ശരിയാക്കൂ എന്നാണ്. അപ്പോൾ ഇത് ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ശരിയല്ല, അതുപോലെ പറഞ്ഞു ഇതിൻ്റെ ഈ കടലാസൻ്റെ എടുത്താൽ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ എടുത്താൽ ശരിയാവും. അപ്പോൾ ഇത് എടുത്താൽ ഈ നിക്കാലത്തെ ഹെത്തോ ടീക്ക് ഹോ ജായേഗ, ശരിയാകും, ठीक हो जाएगा. അല്ലെങ്കിൽ ഒരു കാര്യം പറയാം, നാളെ ശരിയാവും, കൽ ठीक हो जाएगा, കൽ ठीक हो जाएगा. ഓക്കെ, നാളെ ശരിയാകും. അപ്പം ശരിയാവുക എന്നതിന് ठीक എന്നാണ് പറയുക. അപ്പോൾ സാധാരണ ഹിന്ദിക്കാർ സംസാരിക്കുമ്പോൾ ക്യാ ഹലെ ജനാബ് ठीक എന്ന് ചോദിക്കും. നമുക്ക് പൊതുവെ ഹിന്ദിക്കാരോട് സംസാരിക്കാനുള്ള ക്വസ്റ്റ്യനും ആൻസറും അറിയില്ല. എന്നാൽ ആൻസർ അവരെന്നെ പറഞ്ഞു തരും. അവരെന്താ വർത്താനം ചോദിച്ചിട്ട് ശരിയാ സുഖാണോ ചോദിക്കൽ എങ്ങനെയാണ്? ആ ഭായ് സാബ് ക്യാ ഹലെ ടീക്കേ, ടീക്കേ എന്നാണ് ചോദിക്കുക. അപ്പോൾ ടീക്കേ എന്ന് പറഞ്ഞാൽ സുഖാണ് എന്നാണ് അവിടുത്തെ അർത്ഥം, നല്ലതാണ് എന്നർത്ഥം. അവിടെ നിങ്ങൾക്ക് മറുപടി എന്നാൽ ടീക്കേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ ജനാബ് ടീക്കേ, ആ ടീക്കേ തന്നെയാണ് ഇവിടെ പറഞ്ഞ ടീക്കേ. ടിക് ടാക്ക് എന്ന് പറയും, ടിക് ടാക്ക്, ടിക് ടാക്ക് അത് തന്നെയാണത്. ഉറുദു സംസാരിക്കുന്ന ആളുകളൊക്കെ ടീക്കിൻ്റെ കൂടെ ടിക് ടാക്ക് എന്ന് പറയും. എന്നാൽ വളരെ നല്ല ഒരവസ്ഥയിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ പദത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശരിയാക്കുക. ഇപ്പം ഹിന്ദി അറിയുന്ന നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇതെങ്കിൽ അവർ ഹിന്ദിക്കാരാണ് നമ്മുടെയൊക്കെ ഫ്രിഡ്ജ് നന്നാക്കാനോ AC നന്നാക്കാനോ വരിക. അപ്പോൾ ടെക്നീഷ്യനോട് പറയാം, ഭായ് സാബ് യേ ഖറാബ് ടീ കറോ, ഹമാരാ ഫ്രിഡ്ജ് ടീ കറോ. നമ്മുടെ ഫ്രിഡ്ജ് ഇംഗ്ലീഷാണ്, അതന്നെ പറഞ്ഞാൽ മതി. ഫ്രിഡ്ജ് ടീ കറോ, പെട്ടെന്ന് നന്നാക്കൂ. അപ്പോൾ ജൽദി കുട്ടി കൊടുത്താൽ മതി, ജൽദി ടീ കറോ. എന്ന് നന്നാക്കണം കേട്ടോ, ആജ് ടീ കറോ, ഇപ്പം തന്നെ നന്നാക്കണം. ഭായ് സാബ് അബി ടീ കറോ, അബി ടീ കറോ. അപ്പോൾ ഇതൊക്കെ പഠിച്ചില്ലേ? അപ്പം ഞാനത് നന്നാക്കി, അത് നന്നായില്ല. മേനെ ടീക്ക് കിയ ലേക്കിൻ ഓ ടീക്ക് നീ ഹുവ. അത് ലേക്കിൻ ഹു ടീക്ക് നെയ് ഹുവ, അത് നന്നായില്ല. അപ്പോൾ ടീക്ക് ഹോഗയ എന്ന് പറഞ്ഞാൽ നന്നായി എന്നാ, ശരിയായി എന്നാ. ടീക്ക് കിയ നന്നാക്കുക എന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു അപ്ഡേഷൻ, വിശദീകരണം നമുക്ക് മറ്റൊരു ക്ലാസ്സിലാവാം. അപ്പോൾ ഇത് നമ്മൾ അച്ചാക്കിയ എന്നും സഹിക്കിയ എന്നും ഇവിടെ പറയാറുണ്ടെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. സഹി കറോ ഭായി. ഇപ്പം ഇതൊന്ന് നന്നായി ചെയ്യുക, ശരിയാക്കി ചെയ്യുക എന്നുള്ളതിന് സഹി കർണ. നിങ്ങൾക്കറിയാം, അറബി ഭാഷയുമായി വളരെ റിലേറ്റീവാണ് ഉറുദു, ഹിന്ദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിലുള്ള ധാരാളം വാക്ക് ഇതിൽ വരുന്നുണ്ട്. സഹി എന്നാണ്. ഓക്കെ, മേനെ സഹി കിയ എന്ന് പറയുമ്പോൾ ഞാനത് ശരിയാക്കിയിട്ടുണ്ട്, അത് തന്നെയാണ് ടീ കിയ എന്ന് പറയുന്നത്. ആ ചങ്ങായി അത്ര ശരിയല്ല കേട്ടോ, ഓനത്ര ആൾ ശരിയല്ല. ഓ ആദ്മി അച്ഛനെയേ പറയാലോ, ഓ ആദ്മി സഹി നെയ്യേ പറയാലോ. അതേപോലെ ഓ ആദ്മി ഠീക്ക് നെയ്യേ എന്നും പറയാം. ഓ ആദ്മി ഠീക്ക് നെയ്യേ, അയാൾ ശരിയല്ല. ക്യാ കരേഗോ ഠീക്ക് നെയ്യേ, ഓ ബാത്ത് ഠീക്ക് നെയ്യേ, ഈ സംസാരവും ക്ലിയർ അല്ല എന്ന് പറയാം. അപ്പോൾ ഠീക്കിൻ്റെ ഉപയോഗം നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിവ് നേടുന്നതിന് ഹിന്ദി യൂനി നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ധന്യവാദ്, ബഹുത് ശുക്രിയ.